നമസ്കാരം. എല്ലാ മാന്യപ്രേക്ഷകർക്കും കൃഷിദർശൻ തത്സമയം ഫോൺ പരിപാടിയിലേക്ക് സ്വാഗതം. ഇപ്പോൾ തീക്ഷ്ണമായ ഉഷ്ണകാലമാണ്. മൃഗങ്ങളിലും മനുഷ്യരിലും ഒരുപോലെ അസുഖം വരാതെ ജാഗരൂകരായിരിക്കേണ്ട കാലം. കഴിഞ്ഞ 6 മാസമായി മൃഗസംരക്ഷണ മേഖലയെ പിടിച്ചൊലിച്ചുകൊണ്ടിരുന്ന കുളമ്പ് രോഗം ശമനത്തിലെത്തിക്കൊണ്ടിരിക്കുകയാണ്. മിക്ക ദക്ഷിണേന്ത്യൻ സംസ്ഥാനങ്ങളിലും രോഗബാധയുണ്ടായി. കേരളത്തിലെ വെറ്റിനറി ഡോക്ടർമാർ മൃഗസംരക്ഷണ വകുപ്പിൻ്റെ പിൻബലത്തോടെ അഹോരാത്രം പരിശ്രമിച്ചതിൻ്റെ ഫലമായി കേരളത്തിലെ കർഷകരുടെ കണ്ണീരൊപ്പുവാൻ ഒരു പരിധിവരെ സാധിച്ചു. കാറ്റിലൂടെ അതിവേഗം വ്യാപിപ്പിക്കുന്ന കർഷകരെ ഭീതിയിലാഴ്ത്തുന്ന ഈ അസുഖത്തെ നമുക്ക് എങ്ങനെ ചെറുക്കാം, എങ്ങനെ നമ്മുടെ കാലികളെ ഇതിൽ നിന്ന് സംരക്ഷിക്കാം എന്ന് നമുക്കിന്ന് ചർച്ച ചെയ്യാം. ഇന്ന് ഈ വിഷയം ചർച്ച ചെയ്യാൻ നമ്മോടൊപ്പം എത്തിയിരിക്കുന്നത് കേരളത്തിലെ വെറ്റിനറി ഡോക്ടർമാരുടെ പ്രൊഫഷണൽ സംഘടനയായ ഇന്ത്യൻ വെറ്റിനറി അസോസിയേഷൻ്റെ സംസ്ഥാന പ്രസിഡൻ്റായ ഡോക്ടർ എസ് യോഹന്നാനാണ്. യോഹന്നാൻ സർ മൃഗസംരക്ഷണ വകുപ്പിൽ നിന്നും ഡെപ്യൂട്ടി ഡയറക്ടറായി വിരമിച്ച് ഇപ്പോൾ കർഷകരുടെ ഇടയിൽ നിറഞ്ഞ സാന്നിധ്യമാണ്. സ്വാഗതം ചെയ്യാം യോഹന്നാൻ സാറിനെ കൃഷിദർശൻ പരിപാടിയിലേക്ക്. സർ, നമുക്കറിയാം ഇപ്പോൾ കേരളത്തിലുണ്ടായ കുളമ്പ് രോഗം മൃഗസംരക്ഷണ മേഖലയിൽ ഒരുപാട് പ്രശ്നങ്ങളും ബുദ്ധിമുട്ടുകളും ഉണ്ടാക്കി. സമൂഹത്തിൽ എന്തൊക്കെ പ്രത്യാഘാതങ്ങളാണ് ഈ അസുഖം മൂലം ഉണ്ടായത്? തീർച്ചയായും ഈ കഴിഞ്ഞ 4 മാസക്കാലമായി കേരളത്തിലെ കന്നുകാലികളെ ബാധിച്ച അതിരൂക്ഷമായ ഈ കുളമ്പ് രോഗം കാരണം കർഷകർക്കുണ്ടായ നഷ്ടം വളരെയധികമാണ്. കൂടാതെ നമ്മുടെ സംസ്ഥാനത്തിൻ്റെ സാമ്പത്തിക മേഖലയെ തന്നെ ഒരു പരിധിവരെ ഇത് പിടിച്ചു കുലുക്കി കഴിഞ്ഞു. എന്തെന്നാൽ നമ്മുടെ ഈ കേരള സംസ്ഥാനത്ത് ഉദ്ദേശം 15 ലക്ഷത്തോളം കന്നുകാലികളുണ്ട്, എരുമകൾ, പശുക്കൾ ഉൾപ്പെടെ. അതിൽ ഈ ഭീകരമായ ഈ രോഗം ഉദ്ദേശം 50,000-ഓളം കന്നുകാലികളെ അതിരൂക്ഷമായി ബാധിച്ചു. അവയിൽ ഉദ്ദേശം 5,000-ഓളം പശുക്കൾ ചത്തൊടുങ്ങി. അവയുടെ കുട്ടികൾ, കന്നുകുട്ടികൾ വളരെയധികം എണ്ണം നഷ്ടപ്പെട്ടു. ഇത് നമ്മുടെ ഭാവിയുടെ സാമ്പത്തിക സ്ഥിതിയെ എങ്ങനെ ബാധിച്ചു എന്നാൽ ഉദ്ദേശം പ്രതിദിനം 1 ലക്ഷം ലിറ്റർ പാലിൻ്റെ നഷ്ടം ഈ രോഗം കാരണം ഉണ്ടായിട്ടുണ്ട്. ചത്തൊടുങ്ങിയതിൻ്റെ പാലുൽപാദനം മാത്രമല്ല, രോഗം ഭേദമായി വന്നതിൽ ഉണ്ടായ പാലിൻ്റെ അളവ് കുറവ് എല്ലാം കൂടി കണക്കാക്കുമ്പോൾ ഒരു ദിവസം 1 ലക്ഷം ലിറ്റർ പാലിൻ്റെ കുറവെന്ന് പറഞ്ഞാൽ ഈ കൊച്ചു കേരളത്തിൻ്റെ സാമ്പത്തിക സ്ഥിതിയെ വളരെ മോശമായി ബാധിച്ചിരിക്കുകയാണ്. അതുപോലെ തന്നെ പ്രത്യുൽപാദന ശേഷി, ഈ രോഗം വന്ന് രക്ഷപ്പെട്ട കന്നുകാലികൾ തന്നെ ഭാവിയിൽ പാൽ കുറയുന്നുവെന്ന് മാത്രമല്ല, അടുത്ത ഒരു പ്രസവത്തിലേക്ക് ചെനപിടിക്കുവാനും വളരെ പ്രയാസപ്പെടുന്ന കാഴ്ച നാം അനുഭവത്തിലുണ്ട്. അതുപോലെ ഇത് വന്നു കഴിഞ്ഞതിന് ശേഷം അതിൻ്റെ രോഗത്തിൻ്റെ ചെലവ്, ചികിത്സയ്ക്ക് വേണ്ടിയുള്ള ചെലവ്, അത് കർഷകനെ വളരെ ബാധിക്കുന്ന പ്രശ്നമായി. എന്നാൽ സർക്കാർ അതിന് ഒരു പോംവഴി കണ്ടപ്പോൾ സർക്കാർ അത് സൗജന്യമായി കൊടുത്തിട്ടുണ്ട്. പക്ഷേ എങ്കിലും ഇത് പുതിയ പുതിയ പ്രശ്നങ്ങൾ നമ്മുടെ സംസ്ഥാനത്ത് ഉണ്ടാക്കി. സർ, സാധാരണയായി കുളമ്പ് രോഗം വരുമ്പോൾ ചെറിയൊരു പ്രദേശത്തിൽ വരികയും പെട്ടെന്ന് തന്നെ അത് ഭേദമാവുകയും ചെയ്യും. പക്ഷേ ഇപ്പോൾ നമ്മൾ കണ്ടത് ഏപ്രിൽ 2013 കർണാടകയിൽ തുടങ്ങി, പിന്നെ അവിടുന്ന് തമിഴ്നാട്ടിലേക്ക് വന്നു. ഇപ്പോൾ കേരളത്തിലെ ഏകദേശം എല്ലാ ജില്ലകളെയും ബാധിച്ചിരിക്കുകയാണ്. ഒട്ടുമിക്ക പഞ്ചായത്തുകളിലും ഈ അസുഖം വന്നിരിക്കുകയാണ്. അപ്പോൾ ഇപ്പോഴത്തെ കുളമ്പ് രോഗത്തിൻ്റെ വ്യാപനത്തിൽ എന്തെങ്കിലും പ്രത്യേകത ഉള്ളതായിട്ട് സാറിന് തോന്നുന്നുണ്ടോ? ഈ കുളമ്പ് രോഗം യഥാർത്ഥത്തിൽ എല്ലാ വർഷവും നമ്മുടെ കേരളത്തിൽ കുറേശ്ശെ ഉണ്ടാകും. അത് നിങ്ങൾ പറഞ്ഞതുപോലെ, ഡോക്ടർ പറഞ്ഞതുപോലെ, ഏതെങ്കിലും 1-2 ജില്ലയിൽ 1-2 പഞ്ചായത്ത് കേന്ദ്രീകരിച്ച് ഈ രോഗം വരും. അപ്പോൾ തന്നെ അതിനെ അമർച്ച ചെയ്യാനുള്ള പ്രവർത്തനങ്ങൾ നടത്തും. അത് ഫലപ്രദമാകും. എന്നാൽ ഇപ്പോൾ ഒരേ സമയം കേരളത്തിലെ എല്ലാ ജില്ലകളിലും മിക്കവാറും എല്ലാ പഞ്ചായത്തിലും ഈ രോഗം പടർന്നു പിടിച്ചു. ഇതിൻ്റെ പ്രധാനമായിട്ടുള്ള കാരണം നേരത്തെ പറഞ്ഞതുപോലെ തമിഴ്നാട്, കർണാടക എന്നീ സംസ്ഥാനങ്ങളിൽ, അയൽ സംസ്ഥാനങ്ങളിൽ നമുക്കിവിടെ രോഗം വരുന്നതിന് തൊട്ട് മുമ്പ് അവിടെ രോഗം വന്നു. നമ്മളൊരു കൺസ്യൂമർ സ്റ്റേറ്റ് എന്നുള്ള നിലയ്ക്ക്
നമ്മുടെ ഇവിടുത്തെ മാംസം ആഹാരത്തിന് വേണ്ടി നാം ആശ്രയിക്കുന്നത് ഈ രണ്ട് അയൽ സംസ്ഥാനങ്ങളിലെ അറവ് പശുക്കളെ ഇങ്ങോട്ട് കൊണ്ടുവന്ന് ഇവിടെ കശാപ്പ് ചെയ്ത് ഇവിടെ മാംസം ആഹാരത്തിന് വേണ്ടി എടുക്കുന്നു. ഈ വന്ന പശുക്കളിൽ നല്ലൊരു ഭാഗം രോഗം കൊണ്ടുവരികയോ അല്ലെങ്കിൽ രോഗം വന്ന് അത് ഭേദമായിട്ട് വന്നതുമാണ്. നേരത്തെ പറഞ്ഞതുപോലെ കാറ്റിൽ കൂടി അതിവേഗം വ്യാപരിക്കുന്ന ഒരു വൈറസാണ് ഈ രോഗത്തിന് കാരണം. അത് നമ്മുടെ കേരളത്തിലെ ചെക്ക് പോസ്റ്റുകൾ കടന്ന് കേരളത്തിലെ എല്ലാ ഭാഗങ്ങളിലും ലോറിയിൽ കൂടെയും നടത്തിയും കൊണ്ടുവന്ന് നമ്മുടെ പശുക്കൾക്കും ഈ രോഗബാധ ഉണ്ടായി. സർ, നമുക്ക് എല്ലാവർക്കും അറിയാം കുളമ്പ് രോഗം ഒരു വൈറസ് ഉണ്ടാക്കുന്ന അസുഖമാണ്. അതെ. ഇത് തന്നെ വൈറസിന് 7 സീറോ ടൈപ്പുകളാണ് ഉള്ളത്. അതെ. സാറ്റ് 1, 2, 3, ഏഷ്യ 1, OAC, അങ്ങനെ 7 ടൈപ്പ് സീറോ ടൈപ്പുകളാണ് ഈ അസുഖം ഉണ്ടാക്കുന്നത്. ഇപ്രാവശ്യം കേരളത്തിൽ ഇത്ര ഭീകരമായി ഉണ്ടാക്കിയത് ഏത് സീറോ ടൈപ്പാണ്? അത് നിർണ്ണയിച്ചിട്ടുണ്ടോ? തീർച്ചയായിട്ടും ഉണ്ട്. അതായത് കഴിഞ്ഞ വർഷങ്ങളിലും ഈ കുളമ്പ് രോഗം വളരെ കുറച്ചേ ഉണ്ടായുള്ളൂവെങ്കിലും അത് ഈ പറഞ്ഞ ഇതിൽ O ടൈപ്പ് വൈറസുകളാണ് ആ രോഗത്തിന് കാരണമായത്. ഇപ്രാവശ്യവും അത് കണ്ടത് O ടൈപ്പ് തന്നെയാണ്. ഇത് നമ്മുടെ കേരളത്തിലെ തന്നെ മൃഗസംരക്ഷണ റഫറൽ ലാബായ പാലോട് CDIO ഇത് പരിശോധിച്ച് അത് കണ്ടെത്തുകയും ചെയ്തിട്ടുണ്ട്. ഇത് കൂടാതെ ഉത്തരേന്ത്യയിൽ ഉത്തരാഖണ്ഡിലെ മുക്തേശ്വർ ലാബിൽ, അതാണ് നമ്മുടെ ഈ കുളമ്പ് ദിനത്തിന് വേണ്ടി അംഗീകരിക്കപ്പെട്ട നാഷണൽ ലബോറട്ടറി, അവിടെയും നമ്മുടെ പാലോട്ട് കണ്ടെത്തിയ O ടൈപ്പ് തന്നെയാണ് എന്ന് അവരും സ്ഥിരീകരിച്ചിട്ടുണ്ട്. അപ്പോൾ O ടൈപ്പ് നേരത്തെ ഉണ്ടായിട്ടുണ്ടെങ്കിലും ഇപ്പോൾ അതിന് വരാൻ കാരണം, ഇത്രയും വ്യാപകമായിട്ടുള്ള കാരണം എന്താണെന്ന് ഈ രോഗം വന്ന് തുടങ്ങിയപ്പോൾ തന്നെ ഇന്ത്യൻ വെറ്റിനറി അസോസിയേഷൻ ഇതിലെ ഈ രോഗത്തിൻ്റെ എക്സ്പെർട്ടുകളായിട്ടുള്ള നമ്മുടെ യങ് സയൻറ്റിസ്റ്റിനെ 3 പേരെ ചുമതലപ്പെടുത്തുകയും അവർ എല്ലാ ജില്ലകളിലും പോയി ഇത് വീടുകൾ സന്ദർശിച്ച് ഈ മൃഗങ്ങളെ, രോഗത്തിൽ നിൽക്കുന്ന മൃഗങ്ങളിൽ നിന്ന് രക്തസാമ്പിളുകൾ ശേഖരിക്കുകയും മറ്റെല്ലാവിധമായ പഠനങ്ങൾ നടത്തുകയും അത് ഒരു റിപ്പോർട്ടാക്കി ഇന്ത്യൻ വെറ്റിനറി അസോസിയേഷൻ, സംസ്ഥാന മൃഗസംരക്ഷണ വകുപ്പ് മന്ത്രി അവരുകളെയും സർക്കാരിനെയും സമർപ്പിച്ചിട്ടുണ്ട്. അതിന്മേൽ ഈ രോഗം ശമിപ്പിക്കുവാൻ വേണ്ടി ആ റിപ്പോർട്ടിനെ അധികരിച്ച് ബഹുമാനപ്പെട്ട സർക്കാർ വിവിധ തലങ്ങളിൽ അസോസിയേഷനുമായി ചർച്ച നടത്തുകയും അതിൻ്റെ എല്ലാ കണ്ടെത്തലുകളും അംഗീകരിച്ച് ഇനി പ്രവർത്തിക്കാനായിട്ട് ഉത്തരവാകുകയും ചെയ്തിട്ടുണ്ട്. 2004 മുതൽ മൃഗസംരക്ഷണ വകുപ്പ് ഒരു 6 മാസത്തിലൊരിക്കലും കുത്തിവയ്പ്പ് നടത്തിക്കൊണ്ടിരിക്കുകയാണ്. ഇപ്രാവശ്യവും കുത്തിവെച്ച് 6 മാസത്തിനുള്ളിൽ തന്നെ അസുഖം കണ്ടു. കുത്തിവെച്ചതിലും കണ്ടു, കാണാത്തതിലും കണ്ടു, കുത്തിവെക്കാത്തതിലും അസുഖം കണ്ടു. അപ്പോൾ എന്തായിരിക്കും അതിനുള്ള ഒരു കാരണം? ഈ നേരത്തെ പറഞ്ഞ എല്ലാ ടൈപ്പ് വൈറസുകളുടെയും പ്രതിരോധ ശക്തി ഉണ്ടാക്കത്തക്കതാണ് നാം കൊടുക്കുന്ന വാക്സിൻ. അതിന് 6 മാസത്തെ കാലാവധി സാധാരണഗതിയിൽ ഉണ്ട്. എന്നാൽ ഒരു ബയോളജിക്കൽ പ്രോഡക്റ്റ് എന്നുള്ള നിലയ്ക്ക് വാക്സിന് 100% പ്രൊട്ടക്ഷൻ ഒരിക്കലും ഉണ്ടാകില്ല, ഒരിടത്തും കിട്ടുകയില്ല. ആ തരത്തിൽ ചില വീഴ്ചകൾ സ്വാഭാവികമായിട്ട് പ്രകൃതിദത്തമായിട്ട് വരും. പക്ഷേ എന്നാൽ ഇവിടെ കണ്ടത് 6 മാസം കിട്ടേണ്ട പ്രതിരോധ ശക്തിക്ക് മുമ്പ് തന്നെ കുത്തിവെച്ച കന്നുകാലികൾക്കും കുത്തിവയ്ക്കാത്തതിനും രോഗം വന്നു. ഇതിൻ്റെ കണ്ടെത്തലുകൾ നമ്മുടെ ലാബറട്ടറികളിൽ നേരത്തെ പറഞ്ഞ CDIOയിലും എല്ലാം പരിശോധിച്ചതിൽ O ടൈപ്പ് എന്ന ഈ വാക്സിൻ, ഈ സീറോ ടൈപ്പിന് ആണ് അസുഖം വന്നതെന്നും എന്നാൽ അതിൻ്റെ പ്രതിരോധ ശക്തി 6 മാസം വരെ നമ്മുടെ ഈ കാലാവസ്ഥയിൽ നീണ്ടു നിൽക്കുന്നില്ല എന്നും കണ്ടെത്തി. അതുപോലെ വിദേശ ജനുസുകൾ ഒരുപാട് അത് പ്രധാനമായിട്ടും നമ്മുടെ സംസ്ഥാനത്ത് ശരിക്കും നാടൻ കന്നുകാലികൾ ഇപ്പോൾ തീരെ ഇല്ല. 80-85% സങ്കരവർഗമാണ്. ഈ സങ്കരവർഗം എന്ന് പറഞ്ഞാൽ നമ്മൾ കൂടുതൽ പാൽ ഉൽപ്പാദിപ്പിക്കാൻ വേണ്ടി നാം തന്നെ രൂപപ്പെടുത്തിയെടുത്ത ജനുസുകളാണ്. ഇതിന് പാലുൽപാദനം കൂടുന്തോറും
അതിൻ്റെ പ്രതിരോധ ശക്തി കുറഞ്ഞു വരുന്നതായിട്ടാണ് നാം കാണുന്നത്. അതുകൊണ്ട് 50% കൂടുതൽ വിദേശ ജനുസ് ഉണ്ടാകാൻ പാടില്ല എന്ന് സർക്കാർ നേരത്തെ മുന്നറിയിപ്പ് നൽകിയിട്ടുണ്ടെങ്കിലും ചില പ്രൈവറ്റ് ഏജൻസികളുടെ ഇടപെടലുകൾ കാരണം ഈ 50 എന്നുള്ളത് 60, 70, 80% വരെ വിദേശ ജനുസുള്ള കാലികളെ ഇവിടെ വളർത്തുകയും അതിന് വളരെ കൂടുതൽ പാലുൽപാദനം കിട്ടി. പക്ഷേ പ്രതിരോധ ശക്തി തീരെ കുറഞ്ഞു. അപ്പോൾ ഈ കാലഘട്ടത്തിൽ വരുന്ന ഈ തീക്ഷ്ണമായ കുളമ്പ് രോഗത്തിൻ്റെ വൈറസ് അത് ഈ കേരളത്തിൽ മുഴുവനും വ്യാപരിച്ചപ്പോൾ പ്രതിരോധ ശക്തി നശിച്ച ഈ കന്നുകാലികൾക്ക് അതിഭീകരമായി ആ രോഗം ബാധിച്ചു. അതാണ് ഇന്നത്തെ ഇതിലെ പ്രത്യേകത. സർ, അതുപോലെ തന്നെ സാധാരണയായിട്ട് കുളമ്പ് രോഗം വരുമ്പോൾ കന്നുകുട്ടികളാണ് കൂടുതലായിട്ട് ചാകാറ്. പക്ഷേ ഇപ്രാവശ്യം ഒരുപാട് മുതിർന്ന ഉരുക്കൾ ചാകാനിടയായി. തീർച്ചയായിട്ടും മുൻ വർഷങ്ങളിൽ രോഗം വരുന്ന സമയത്ത് മുതിർന്ന കന്നുകാലികൾ ചാകാറേ ഇല്ല. അഥവാ ചത്താൽ 10 താഴെ ഈ സംസ്ഥാനത്ത് ഒരു വർഷം ചത്ത് കാണുള്ളൂ. ഈ കുഞ്ഞു കുട്ടികൾക്ക് ഈ രോഗം ബാധിക്കുമ്പോൾ പ്രധാനമായി അതിൻ്റെ ഹൃദയാഘാതം കൊണ്ട് അത് ചത്തുപോകാൻ സാധ്യതയുണ്ട്. ഇപ്രാവശ്യം അത് 4 മാസം 5 മാസം എന്നുള്ള കഴിഞ്ഞ് 8 മാസം വരെ പ്രായമായ കുട്ടികളെയും ബാധിച്ച് കൂടുതലെണ്ണം ചത്തുപോയി. ഇത് അതുപോലെ തന്നെ പാർശ്വാണുബാധയും ഒരു കാരണം ആയിരിക്കാം. കാരണം ഈ കുളമ്പ് ദീനം വരുമ്പോൾ മൊത്തത്തിൽ ഉരുവിൻ്റെ പ്രതിരോധ ശക്തി കുറഞ്ഞു വരും. ഈ സമയത്ത് നമ്മുടെ ഇവിടെ തന്നെ നിലനിൽക്കുന്ന ബാക്ടീരിയകൾ പരത്തുന്ന ചില രോഗങ്ങൾ, പ്രത്യേകിച്ച് ഈ രക്താതിസാര ഹെമറാജിക് സെപ്റ്റിസീമിയ വൈറസ് ബാക്ടീരിയ, അതുപോലെ ബ്ലഡിൽ കാണുന്ന ബ്ലഡ് പരാതജീവികൾ, പ്രോട്ടോസോവൻ, അനാപ്ലാസ്മാസിസ്, ഇതൊക്കെ പെട്ടെന്ന് ഉത്തേജനം നേടി ഇത് ബാധിക്കുകയും ഈ കന്നുകാലികൾ ചാവാൻ അതിന് പ്രധാന ഒരു പല കന്നുകാലികളും. അതുപോലെ തന്നെ സാറേ, ഇത് ഇപ്പം വൈറസ് രോഗമാണ്. നമുക്കറിയാം വൈറസ് രോഗത്തിന് ചികിത്സ ഇല്ല. എന്നാലും എന്തൊക്കെ ചികിത്സാ മാർഗങ്ങൾ നമുക്ക് അവലംബിക്കാൻ പറ്റും ഈ അസുഖത്തിനെ നിയന്ത്രിക്കാനായിട്ട്? നമ്മുടെ ക്ഷീരകർഷകർക്ക് ഓർമ്മിപ്പിക്കാനുള്ള ഒരേ ഒരു കാര്യം, ഈ കുളമ്പ് രോഗത്തെ ചെറുക്കാൻ ഒരേ ഒരു മാർഗം ഈ വാക്സിൻ കുത്തിവയ്പ്പ് തന്നെയാണ്. അതെ, എല്ലാവരും നിർബന്ധമായിട്ടും വാക്സിനേഷൻ ചെയ്യിക്കേണ്ടതാണ്. പക്ഷേ വാക്സിനേഷൻ ചെയ്യുന്നതിനുള്ള ചില കണ്ടീഷൻസ് നമുക്ക് മെച്ചപ്പെടുത്താൻ. അതായത് പരാതജീവികൾ ശരീരത്തിലുള്ള, അതായത് വിര ശല്യം പ്രധാനമായിട്ട് കൂടുതലായിട്ടുള്ള കന്നുകാലികൾക്ക് ഈ വാക്സിനേഷൻ നൽകിയാലും ഫലപ്രദമായി പ്രതിരോധ ശക്തി കൂടുകയില്ല. അപ്പോൾ നമ്മൾ വാക്സിനേഷൻ നടത്തുന്നതിന് മുമ്പ് ഈ വിരയ്ക്കുള്ള മരുന്ന്, വിര നശിക്കാനുള്ള ഗുളികയോ മറ്റ് മരുന്നുകളോ കൊടുത്തിട്ട് ഒരു 2 ആഴ്ച കഴിഞ്ഞിട്ട് അല്ലെങ്കിൽ ഒരു 10 ദിവസമെങ്കിലും കഴിഞ്ഞിട്ട് വാക്സിനേഷൻ നൽകുന്നതാണ് ഏറ്റവും നല്ലത്. സോ പിന്നെ ചികിത്സയ്ക്ക് നമുക്ക് ആൻറ്റിബയോട്ടിക്സ് എന്തൊക്കെ ഉപയോഗിക്കാൻ പറ്റും? ആൻറ്റിബയോട്ടിക്സ് നേരത്തെ ഈ പറഞ്ഞതുപോലെ ഹെമറാജിക് സെപ്റ്റിസീമിയ പോലുള്ള രോഗങ്ങൾക്കുള്ള ഫലപ്രദമായ ആൻറ്റിബയോട്ടിക്സ് ഉണ്ട്. അത് നമ്മൾ സെൻസിറ്റിവിറ്റി ടെസ്റ്റ് നമ്മുടെ ലാബോറട്ടറികളിൽ ചെയ്തിട്ട് ഫലപ്രദമായതാണോ കണ്ടുപിടിച്ചിട്ട് ചെയ്യാം. അതുപോലെ വളരെ കൂടിയ പനി ആദ്യം ഉണ്ടാവും. അപ്പോൾ പനിക്കെതിരെ ഉള്ള ചികിത്സ നൽകണം. അതുപോലെ തന്നെ ശരീരവേദനയല്ല, ഈ പോളകൾ ഉണ്ടായി പൊട്ടുന്ന വേദന. ഈ രോഗം വന്നാൽ ആദ്യം പനി കഴിഞ്ഞാൽ ഉടൻ മോണയ്ക്കകത്തുള്ള പോളകൾ വന്നിട്ട് മോണയിൽ പുണ്ണുകൾ ഉണ്ടാവും, വ്രണങ്ങൾ. അതുപോലെ വായ്ക്കകത്ത് നാക്കിൽ പപ്പടം പൊള്ളും പോലുള്ള കുമിളകൾ ഉണ്ടായിട്ട് അത് പൊട്ടും. ഉമിനീരിറക്കാൻ വയ്യാതെ പശമാതിരി വാ അടച്ചു പിടിച്ച് തന്നെ ഇരിക്കും. അതുപോലെ കാലിൽ കുളമ്പിൻ ഇടയിലും കുളമ്പിന് ചുറ്റും വ്രണത്തിൻ്റെ പോളകൾ വന്ന് പൊട്ടി ഒരു ദുർഗന്ധവും വഹിക്കും. അതുപോലെ തന്നെ പുഴുക്കളുണ്ട്. ഈ രോഗം വരുമ്പോഴുള്ള പ്രധാന പ്രശ്നം കർഷകന് ഇതിനെ ശുശ്രൂഷിക്കുന്നതിൽ ബുദ്ധിമുട്ടാണ്. മാനസികമായി കർഷകൻ ഉടമസ്ഥൻ തകർന്നു പോകും ഇത്രയും ചെയ്തിട്ട്. അപ്പോൾ അതുകൊണ്ടാണ് ഈ രോഗം വരാതിരിക്കാനാണ് നാം സൂക്ഷിക്കേണ്ടത്. വായിലേക്ക് നമുക്ക് എന്തെങ്കിലുമൊക്കെ മരുന്നൊക്കെ പുരട്ടാൻ പറ്റുമോ? ബോറിക് ആസിഡ് പോലത്തെ അതിൽ നാം ശ്രദ്ധിക്കേണ്ടതുണ്ട്. കാര്യം ഈ പോളകൾ വന്നിട്ടുള്ള അതിൽ വായ് പിടിച്ചൊക്കെ എടുക്കുമ്പോൾ ആ തൊലി എല്ലാം അടന്ന് തറയിൽ വീഴും. ബുദ്ധിമുട്ടാകും. അപ്പോൾ അതുകൊണ്ട് ഈ വായ്ക്കകത്തേക്ക്
ബോറിക് ആസിഡ് പോലുള്ള മരുന്നുകൾ പറഞ്ഞത് ഉപയോഗിക്കാം. പക്ഷേ നമ്മുടെ ഈ റോബസ്റ്റ പഴം പോലുള്ള പഴം നുറുക്കി പ്ലേറ്റിലിട്ടിട്ട് അതിൽ ഈ ബോറിക് ആസിഡ് വിതറി അത് ഓരോന്നായിട്ട് എടുത്ത് കൊടുത്താൽ ഇത് പതുക്കെ ചവച്ച് ഇത് അതുപോലെ കാലിൽ പൊട്ടാഷ്യം പെർമാനേറ്റ് ഉപയോഗിക്കാം, ഫോർമാലിൻ ഫുഡ് ബാത്ത് അത് ഉപയോഗിക്കാം. പിന്നെ തൊഴുത്ത് കഴുകണം. ഇതിൽ ഈ വ്രണങ്ങളിൽ ഈച്ച മാറാനായിട്ട് നമ്മുടെ സാധാരണയുള്ള വേപ്പെണ്ണ വരെ നമുക്ക് ചുറ്റും പുരട്ടാം, അതുപോലെ ഓയിൻമെൻറ്റ് പുരട്ടാം, പൊടി ഉപയോഗിക്കാം. പിന്നെ തറ നന്നായിട്ട് വൃത്തിയാക്കിയിട്ട് ഏറ്റവും നല്ലത് തറയിൽ അലക്കുകാരം ഒരു 4% ആയ ലായനി ബക്കറ്റിൽ എടുത്തിട്ട് തറയിൽ ഒഴിച്ച് നിൽക്കുന്നതും ഇപ്പോൾ 10, 20, 50 പശുക്കളുള്ള ചെറിയ മിനി ഫാമുകളുണ്ട്. അവിടെയൊക്കെ ആണെങ്കിൽ ഷെഡിലോട്ട് കയറുന്നിടത്ത് പാത്തികൾ ഉണ്ടാക്കി ലോഷനോ അലക്കുകാരം കൊണ്ടുള്ള വെള്ളമോ അതിൽ പുരട്ടി ചെരുപ്പ് അതിൽ മുങ്ങി അകത്ത് പോകത്തക്കണം എടുക്കുക. അങ്ങനെയുള്ള വളരെ പ്രതിരോധ പ്രവർത്തനങ്ങൾ. സാർ മിനി ഫാമിനെ കുറിച്ച് പറഞ്ഞപ്പോഴാണ് എനിക്കൊരു കാര്യം ഓർമ്മ വന്നത്. പണ്ടൊക്കെ നമ്മുടെ നാട്ടിൽ 1, 2 പശുക്കളൊക്കെ ഉണ്ടായിരുന്നുള്ളൂ. ഇപ്പോൾ എല്ലാവിടെയും കുറേ പശുക്കളുണ്ട്. മിനി ഫാമായിട്ട് 10, 15 പശുക്കളൊക്കെ ഉണ്ട്. അപ്പോൾ അങ്ങനെയുള്ള സ്ഥലത്തൊക്കെ നമുക്ക് ഈ സാറ് പറഞ്ഞ ഫുഡ് ബാത്ത് അല്ല, നമുക്ക് വേറെ എന്തൊക്കെ ചെയ്യാൻ പറ്റും? അസുഖം വന്നാൽ ആദ്യം അസുഖം വന്ന പശുവിനെ ഈ കൂട്ടത്തിൽ നിന്നും മാറ്റി കെട്ടുക. അതാണ് ഏറ്റവും ആദ്യം ചെയ്യേണ്ടത്. അത് കഴിഞ്ഞിട്ട് ഞാൻ നേരത്തെ പ്രസ്താവിച്ച രീതിയിലുള്ള ശുശ്രൂഷകളും ചികിത്സകളും ചെയ്യാം. പിന്നെ പുഴകളിൽ കൊണ്ടുപോയി അതിനെ കുളിപ്പിക്കരുത്. മറ്റുള്ള കന്നുകാലികൾക്കോ അടുത്ത വീട്ടിലെ കന്നുകാലികൾക്കോ ബാധിക്കാൻ ഇടയില്ലാത്ത വിധം അതിനെ ശുശ്രൂഷിച്ച് നിർത്തണം. ഇതൊക്കെയാണ് ചെയ്യേണ്ടത്. കേരളത്തിലെ വെറ്റിനറി ഡോക്ടർമാരുടെ പ്രൊഫഷണൽ സംഘടനയായ ഇന്ത്യൻ വെറ്റിനറി അസോസിയേഷന് കർഷകരോടൊപ്പം നിന്നുകൊണ്ട് ഭാവിയിൽ ഇതുപോലുള്ള ഒരു ഔട്ട്ബ്രേക്ക് വരാതിരിക്കാൻ സാറിൻ്റെ അസോസിയേഷൻ്റെ പ്രസിഡന്റ് എന്ന നിലയ്ക്ക് സാറിൻ്റെ ഭാവനയിൽ എന്തൊക്കെയാണ് ഉള്ളത് പദ്ധതികൾ? അസോസിയേഷൻ കൊടുത്തിട്ടുള്ള രേഖകളിൽ പറഞ്ഞിട്ടുണ്ട് ഈ വിര ശല്യത്തിനുള്ള മരുന്ന് കർഷകന് നേരത്തെ കൊടുക്കണം. അതുപോലെ തന്നെ കർഷകനൊരു ഹെൽത്ത് കാർഡ്, കന്നുകാലിക്കുള്ള ഹെൽത്ത് കാർഡ് കൊടുക്കണം. അത് അനിമൽ ഹെൽത്ത് കാർഡിൽ ആ കർഷകന് എത്ര പശുക്കളുണ്ട് അല്ലെങ്കിൽ എത്ര മാടുകളുണ്ട് അതിനെല്ലാം കുറിക്കുകയും കുത്തിവയ്ക്കുന്നത് അത് രേഖപ്പെടുത്തുകയും ആ രീതിയിൽ അടുത്ത മൃഗാശുപത്രിയിൽ ഈ പശുക്കളെ പറ്റി തികച്ച ഒരു ഹെൽത്ത് കാർഡ് വേണം. സാർ അതുപോലെ ചെക്ക് പോസ്റ്റുകളിൽ ചെയ്യാൻ വേണ്ടി എന്തെങ്കിലും തീർച്ചയായിട്ടും ഈ വരുന്ന കന്നുകാലികളെ ഇങ്ങനെ അഴിച്ച നാട് മുഴുവനും കൊണ്ടുപോകാതെ തൊട്ടടുത്ത് തന്നെ ഒരു സ്ലാട്ടർ ഹൗസ്, കശാപ്പ് ശാല ഉണ്ടാക്കി കഴിഞ്ഞാൽ അവിടെ ഈ പശുക്കളെ കശാപ്പ് ചെയ്യാനും അത് ശാസ്ത്രീയമായി പാക്ക് ചെയ്യാനും നല്ല തണുത്ത രീതിയിൽ ശീതീകരിച്ച് കേരളം മുഴുവനും ഒരു വിൽപ്പന ശൃംഖല ഉണ്ടാക്കാൻ കഴിയും. ഇത് എല്ലാ സെൻറ്ററിലും ഇല്ലെങ്കിൽ ഒരു വർഷം 2 സെൻറ്ററിലെങ്കിലും ഇത് പ്രാവർത്തികമാക്കിയാൽ അത് കേരളത്തിന് അനുഗുണമായിരിക്കും. അത് കന്നുകാലികൾക്ക് കുളമ്പ് രോഗം മാത്രമല്ല മറ്റ് രോഗങ്ങളും തടയാനും മനുഷ്യർക്ക് നല്ല ശുദ്ധമായ. നമുക്കൊരു കോള് വരുന്നുണ്ട്, കോള് ശ്രദ്ധിക്കാം. ഹലോ, ആരാണ് വിളിക്കുന്നത്? ഇത് നിലമ്പൂരിൽ നിന്ന് ബാബുവാണ്. നിലമ്പൂരിൽ നിന്ന് ബാബു ആണല്ലേ? ആ ബാബു പറഞ്ഞോളൂ, കൃഷിദർശനിലേക്ക് സ്വാഗതം. പറഞ്ഞോളൂ, സാർ ഇവിടെ ഉണ്ട്. പറഞ്ഞോളൂ, സംശയം. അതെ ബാബു, കേൾക്കാം, പറഞ്ഞോളൂ. ആ ബാബു, ടിവിയുടെ വോളിയം ഒന്ന് കുറച്ചാൽ ഉപകാരമായിരുന്നു. അതെ, പശുക്കള് ഇവിടെ പഞ്ചായത്തിലൊക്കെ പറയണം. ഇവിടുത്തെ പഞ്ചായത്തിലൊക്കെ പശുക്കള് ഈ കൃഷി കുളമ്പ് രോഗം വന്നിട്ട് മരിച്ചു പോയതുണ്ട്. അതെ, അതിന് കോമ്പൻസേഷൻ ഒക്കെ കൊടുത്തു തുടങ്ങിയോ? കോമ്പൻസേഷന്റെ കാര്യം പറയാം ബാബു. ഇത് ഇപ്പോൾ നമ്മുടെ സർക്കാർ ഇത്ര വ്യാപകമായിട്ടുള്ള നാശം ഉണ്ടായതുകൊണ്ട് ചത്ത ഓരോ പശുവിനും 20,000 രൂപ വീതം സർക്കാർ വകുപ്പ് കൊടുക്കുന്നുണ്ട്. പിന്നെ അതിനാവശ്യമുള്ള ഡയറി ഡിപ്പാർട്ട്മെന്റ് 10,000 രൂപ വെച്ച് കൊടുക്കുന്നുണ്ട്. പിന്നെ ഒരു 4 ചാക്ക് തീറ്റ 4 മാസമായിട്ട് അത് കൊടുക്കുന്നുണ്ട്. പിന്നെ ഇതുപോലെ സൗജന്യമായിട്ടുള്ള ചികിത്സ ബില്ലുകളെല്ലാം പ്രൊഡ്യൂസ് ഉണ്ടെങ്കിൽ ബില്ല് കൊടുത്താൽ മൃഗാശുപത്രിയിലെ ഡോക്ടർ അത് പൈസയായിട്ട് തിരിച്ചു തരും. ഓക്കെ, താങ്ക് യു ബാബു, വിളിച്ചതിന് നന്ദി. സർ, എന്തായാലും നമ്മളുടെ പരിപാടിയുടെ സമയം ഇവിടെ പൂർണ്ണമാവുകയാണ്. പ്രേക്ഷകർക്ക് അതിഥിയുടെ മേൽവിലാസം അറിയാൻ താല്പര്യം കാണും, നോട്ട് ചെയ്തോളൂ.
ഡോക്ടർ എസ് യോഹന്നാൻ, പ്രസിഡന്റ് ഇന്ത്യൻ വെറ്റിനറി അസോസിയേഷൻ കേരള, ധർമാലയം റോഡ്, ആയുർവേദ കോളേജ് ജംഗ്ഷൻ, തിരുവനന്തപുരം. ഫോൺ നമ്പർ പറയട്ടോ, 9447656166. ഫോൺ നമ്പർ ആവർത്തിക്കുന്നു, 9447656166. നിരന്തരമായ ഗവേഷണം, ബോധവൽക്കരണം, ആസൂത്രണം എന്നിവയിലൂടെ ഇന്ത്യൻ വെറ്റിനറി അസോസിയേഷനും മൃഗസംരക്ഷണ വകുപ്പിനും ഒരുമിച്ച് ചേർന്നുകൊണ്ട് ഇപ്പോഴത്തെ കുളമ്പ് രോഗം അമർച്ച ചെയ്യാൻ കഴിയട്ടെ എന്ന് പ്രത്യാശിക്കുന്നു. ഇന്ന് നമ്മോടൊപ്പം അതിഥിയായി വന്നു ചേർന്ന് കേരളത്തിലെ വെറ്റിനറി ഡോക്ടർമാരുടെ പ്രൊഫഷണൽ സംഘടനയായ ഇന്ത്യൻ വെറ്റിനറി അസോസിയേഷൻ്റെ പ്രസിഡൻ്റായ ഡോക്ടർ എസ് യോഹന്നാനെ നന്ദി പറയുന്നതിനോടൊപ്പം ഈ പരിപാടിയിലേക്ക് വിളിച്ച് നമ്മളെ പ്രോത്സാഹിപ്പിച്ച കർഷകരോടും നമ്മൾ നന്ദി പറയുന്നു. ഇനി കൃഷി മൃഗസംരക്ഷണ മേഖലയുമായി ബന്ധപ്പെട്ട് അടുത്തൊരു വിഷയമായി അടുത്ത ആഴ്ച കാണുന്നത് വരെ നന്ദി, നമസ്കാരം. നമസ്കാരം. രാഷ്ട്രീയ വാർത്തകളിലേക്ക് സ്വാഗതം. പ്രധാന വാർത്തകൾ. വരൾച്ചയെ പ്രതിരോധിക്കാൻ ജീവാണുവളം. പച്ചക്കറി കൃഷിക്ക് വെജിറ്റബിൾ ടോപ്പ് അപ്പ്. വിശദമായ വാർത്തകളിലേക്ക്. വരൾച്ചയെ പ്രതിരോധിക്കാനും ബീജാങ്കുരം, തൈകളുടെ വളർച്ച, പൂവിടൽ, വിളവ് എന്നിവ വർദ്ധിപ്പിക്കാനും സഹായിക്കുന്ന ജീവാണു കൾച്ചർ PPFM എന്ന പേരിൽ തമിഴ്നാട് കാർഷിക സർവകലാശാല വികസിപ്പിച്ചെടുത്തു. വിത്തുപരിചരണം, പത്രപോഷണം എന്നിവയിലൂടെ ഇത് ചെടികളിൽ പ്രയോഗിക്കാം. ഏക്കറിന് 1000 മില്ലി എന്നതാണ് കണക്ക്. രാവിലെയോ വൈകുന്നേരമോ ഇലകളിൽ തളിക്കാം. എല്ലാ വിളകൾക്കും അനുയോജ്യമാണ്. 30 ദിവസത്തെ ഇടവേളയിൽ അല്ലെങ്കിൽ വളർച്ചയുടെ നിർണായക ഘട്ടങ്ങളിൽ ഇത് തളിക്കാം. കീടനാശിനിയും കുമിൾനാശിനിയുമായി കലർത്താൻ പാടില്ല. കൂടുതൽ വിവരങ്ങൾക്ക് പ്രൊഫസർ ആൻഡ് ഹെഡ് മൈക്രോബയോളജി വിഭാഗം, തമിഴ്നാട് കാർഷിക സർവകലാശാല. ഫോൺ നമ്പർ 0422661129. ഇമെയിൽ വിലാസം microbiology@tnau.ac.in. കാസർഗോഡ് കുഞ്ഞൻ പശുക്കളുടെ സംരക്ഷണ പ്രവർത്തനങ്ങളുടെ ഭാഗമായി കാസർഗോഡ് ഡാഫ് കൺസർവേഷൻ സൊസൈറ്റി 4 ദിവസങ്ങളിലായി നീലേശ്വരത്ത് സംഘടിപ്പിച്ച കപില ഫെസ്റ്റ് 2014 ശ്രദ്ധേയമായി. നാടൻ പശുക്കളുടെ പ്രാധാന്യം, അവയെ സംരക്ഷിക്കേണ്ടതിന്റെ ആവശ്യകത എന്നിവ ബോധ്യപ്പെടുത്തുന്നതിനായിരുന്നു കപില ഫെസ്റ്റ് സംഘടിപ്പിച്ചത്. നാടൻ പശുക്കളുടെ പരിപാലനത്തിൽ പാലിനേക്കാൾ പ്രാധാന്യം നൽകുന്നത് ചാണകം, ഗോമൂത്രം എന്നിവയ്ക്കാണ്. ചാണകവും ഗോമൂത്രവും ഉപയോഗിച്ച് കൃഷി ലാഭകരമാക്കാം. കാസർഗോഡ് ജില്ലയുടെ വിവിധ ഭാഗങ്ങളിൽ നിന്നും പ്രദർശനത്തിന് കൊണ്ടുവന്ന കുഞ്ഞൻ പശുക്കളും കാളക്കുട്ടന്മാരും ജനശ്രദ്ധ ആകർഷിച്ചു. ഒരു കാലത്ത് കാസർഗോഡ് ജില്ലയിൽ ധാരാളമായി കണ്ടുവന്നിരുന്ന കുഞ്ഞൻ പശുക്കൾ ഇന്ന് അന്യമായിക്കൊണ്ടിരിക്കുകയാണ്. നാടൻ പശുക്കൾ നമ്മുടെ കൃഷിയെയും ഭക്ഷണത്തെയും ആരോഗ്യത്തെയും ഏറെ സ്വാധീനിച്ചിരുന്നു. കാസർഗോഡ് ജില്ലയിൽ മാത്രം കണ്ടുവരുന്ന കുഞ്ഞൻ പശുക്കൾ വംശനാശത്തിന്റെ വക്കിലാണ്. കപില ഫെസ്റ്റിവലിനോടനുബന്ധിച്ച് കാസർഗോഡൻ പശു സംരക്ഷണം, നാടൻ പശുക്കളുടെ ശാസ്ത്രീയ വംശ പരിരക്ഷണം, ചെലവില്ലാ പ്രകൃതി കൃഷിയും നാടൻ പശുക്കളും തുടങ്ങിയ വിവിധ വിഷയങ്ങളെ അധികരിച്ച് ദേശീയ സെമിനാർ നടന്നു. പച്ചക്കറി കൃഷിക്ക് ഉപയോഗിക്കാൻ അനുയോജ്യമായ സൂക്ഷ്മ മൂലക വളം വെജിറ്റബിൾ ടോപ്പ് അപ്പ് എന്ന പേരിൽ എറണാകുളം കൃഷി വിജ്ഞാന കേന്ദ്രത്തിൽ നിന്നും തയ്യാറാക്കി നൽകുന്നു. സൂക്ഷ്മ മൂലകങ്ങളുടെ കുറവ് കാരണം ഇലകളിൽ കാണുന്ന ഇല മഞ്ഞളിപ്പ്, ഇല കരിച്ചിൽ, കായ് പൊട്ടിക്കീറൽ, പൂ കൊഴിച്ചിൽ എന്നിവ തടയുന്നതിനും ഇത് സഹായിക്കും. കൂടുതൽ വിവരങ്ങൾക്ക് ഇനി പറയുന്ന വിലാസത്തിൽ ബന്ധപ്പെടുക. കൃഷി വിജ്ഞാന കേന്ദ്രം, കസ്തൂർബ നഗർ, കടവന്ത്ര PO, കൊച്ചി. ഫോൺ നമ്പർ 0484249245.
വെള്ളായണി കാർഷിക കോളേജിലെ അവസാന വർഷ വിദ്യാർത്ഥികളുടെ റാവേ കോഴ്സിന്റെ ഭാഗമായി കുന്നത്തുകാൽ ഗ്രാമപഞ്ചായത്തിലെ കാരക്കോണം കുന്നത്തുകാൽ UPSൽ നാളെ രാവിലെ 9 മണി മുതൽ അഗ്രോ ക്ലിനിക് സംഘടിപ്പിക്കുന്നു. എല്ലാ കർഷകരും പങ്കെടുക്കണമെന്ന് കുന്നത്തുകാൽ കൃഷി ഓഫീസർ അറിയിച്ചു. കേരള കാർഷിക സർവകലാശാലയുടെ കീഴിൽ കൊട്ടാരക്കര സദാനന്ദപുരം ആസ്ഥാനമാക്കി പ്രവർത്തിക്കുന്ന കൊല്ലം കൃഷി വിജ്ഞാന കേന്ദ്രത്തിൽ ജൈവ പച്ചക്കറി കൃഷി, കൂൺ കൃഷി എന്നീ വിഷയങ്ങളിൽ 10 ദിവസത്തെ തൊഴിലധിഷ്ഠിത പരിശീലനം നടത്തുന്നു. കുറഞ്ഞത് 40% വൈകല്യമുള്ളവർ ആരോഗ്യവകുപ്പിന്റെ സാക്ഷ്യപത്രത്തിന്റെ ശരിപ്പകർപ്പ് സഹിതം 2014 മാർച്ച് 5-ാം തീയതിക്കുള്ളിൽ ഇനി പറയുന്ന വിലാസത്തിൽ അപേക്ഷിക്കണം. പ്രൊഫസർ ആൻഡ് ഹെഡ്, കൃഷി വിജ്ഞാന കേന്ദ്രം, സദാനന്ദപുരം, കൊല്ലം. ഫോൺ നമ്പർ 0474 266 3599. ഇനി കമ്പോള നിലവാരം. റബ്ബർ RSS 4 ക്വിൻ്റലിന് 14,600 രൂപ, RSS 5 14,400 രൂപ, വെളിച്ചെണ്ണ 12,100 രൂപ, കൊപ്ര 8,600 രൂപ, കുരുമുളക് 52,600 രൂപ, ജാതിക്ക തൊണ്ടോട് കൂടിയത് കിലോയ്ക്ക് 330 രൂപ, തൊണ്ടില്ലാതെ 620 രൂപ. കമ്പോള അവലോകനം. കുരുമുളക് വിപണി. കൊച്ചിയിൽ ഗാബിൾഡ് കുരുമുളക് ക്വിൻ്റലിന് 52,600 രൂപ, അൺഗാബിൾഡ് കുരുമുളക് 50,600 രൂപ. കുരുമുളക് വിപണി. കൽപ്പറ്റയിൽ ചേട്ടൻ കുരുമുളക് ക്വിൻ്റലിന് 50,000 രൂപ, വയനാടൻ കുരുമുളക് 51,000 രൂപ. കൊപ്ര വിപണി. കോഴിക്കോട് ക്വിൻ്റലിന് 8,900 രൂപ, തളിപ്പറമ്പ് 8,500 രൂപ, കാസർഗോഡ് 8,200 രൂപ. വെളിച്ചെണ്ണ ക്വിൻ്റലിന് കണ്ണൂരിൽ 13,000 രൂപ, കോട്ടയത്ത് 12,700 രൂപ, ആലപ്പുഴയിൽ 12,200 രൂപ. കാലാവസ്ഥ. കണ്ണൂർ കൂടിയ താപനില 30 ഡിഗ്രി സെൽഷ്യസ്, കുറഞ്ഞ താപനില 24 ഡിഗ്രി സെൽഷ്യസ്. കോഴിക്കോട് 34, 23, കൊച്ചി 31, 24, ആലപ്പുഴ 31, 24, പുനലൂർ 33, 25, തിരുവനന്തപുരം 33, 25 ഡിഗ്രി സെൽഷ്യസ്. ഇന്നത്തെ കാർഷിക വാർത്തകൾ സമാപിക്കുന്നു. നമസ്കാരം.